മുത്തഖീങ്ങളെ അല്ലാതെ ഒരിക്കലും അല്ലാഹു ഏറ്റെടുക്കുകയില്ല. മുത്തഖി എന്ന് പറഞ്ഞാൽ 5 നിയമങ്ങളിൽ 2 നിയമത്തിൽ വിട്ടുവീഴ്ച ചെയ്യാത്തവനാണ്. 3 നിയമങ്ങൾ വിഷയമല്ല. മൊത്തം ഖുർആൻ 6000 ചില്ലാനമായത്തുകളാണ്. 10 ലക്ഷത്തിലേറെ ഹദീസുകളുടെ വ്യാഖ്യാനവുമാണ്. അതിലാകെ കിടക്കുന്നത് 5 നിയമങ്ങളാണ്. ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഖുർആനിൽ 5 നിയമമാണ്. ആകെ ഖുർആനിൽ 5 തരം നിയമങ്ങളാണ്. അതിൽ മുത്തഖി അങ്ങനെ ചെയ്യേണ്ടത് 2 നിയമമാണ്. മറ്റൊരു പ്രശ്നമില്ല. ചിന്തിക്ക്. അല്ലാഹു തൗഫീഖ് തരട്ടെ. എല്ലാവരും വലിയ തിരക്കിലാണ്. ദുആർക്ക് തന്നെ ദുആയോട് ദുആ, എല്ലാവർക്കും ദുആയോട് ദുആ, ദുആന്നെ ദുആ, ദുആ മതിയാവൂ. ഖുർആനിൽ 5 തരം നിയമങ്ങളാണ്. അതിന്റെ വ്യാഖ്യാനം 10 ലക്ഷത്തോളം വരുന്ന ഹദീസുകളുമാണ്. ഈ 6000 ചില്ലാന വചനങ്ങളിലും 10 ലക്ഷത്തിലേറെ വരുന്ന ഹദീസുകളിലും അന്തർലീനമായി കിടക്കുന്നത് 5 നിയമങ്ങളാണ്. വാജിബ്, സുന്നത്ത്, ഹറാം, കറാഹത്ത്, ഹലാൽ അഥവാ മുബാഹ്. 5 നിയമങ്ങളാണ് 6000 ചില്ലാനം ആയത്തിലും 10 ലക്ഷം ഹദീസിലും ഉള്ളിൽ കിടക്കുന്ന സംഗതി. 5 നിയമങ്ങളാണ്. 5 തരം നിയമങ്ങൾ. വാജിബ്, സുന്നത്ത്, ഹറാം, കറാഹത്ത്, ഹലാൽ. ഇതിൽ 2 നിയമങ്ങൾ വ്യത്യാസമില്ലാതെ പാലിച്ചാൽ മാത്രമേ ആരാകൂ മുത്തഖിയാകൂ. 3 നിയമം പ്രശ്നമില്ല. ചെയ്താലും വേണ്ടില്ല, ചെയ്തില്ലെങ്കിലും വേണ്ടില്ല. ചെയ്താൽ സുന്നത്ത്, ചെയ്താൽ കൂലിയുണ്ട്, ചെയ്തില്ലെങ്കിൽ പിടികൂടൂല. ദുനിയാവിലും പിടികൂടൂല, ആഖിറത്തിലും പിടികൂടൂല. കറാഹത്ത്, ചെയ്തില്ലെങ്കിൽ പരലോകത്ത് കൂലി കിട്ടും. ചെയ്താൽ ദുനിയാവിലും പിടികൂടൂല, ആഖിറത്തിലും പിടികൂടൂല. ഹലാല്, ചെയ്താലും വേണ്ടില്ല, ചെയ്തില്ലെങ്കിലും വേണ്ടില്ല. ചായ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ട്. ഒരു ഗ്ലാസ് ചായ ഉണ്ട്. ഇത് കഴിഞ്ഞ് പോകുമ്പോ എനിക്ക് കുടിക്കാനുള്ളതാണ്. കുടിക്കുകയും ചെയ്യാം. പറയും കുടിച്ചോണ്ട് കൂലിയില്ല, കുടിച്ചില്ലെങ്കിൽ പറയും മനുഷ്യന്മാരെ ശിക്ഷയില്ല. ലാ യുസാബു അലാ ഫിഅലിഹി വലാ യുആഖബു അലാ തർക്കിഹി. ചെയ്താൽ കൂലിയില്ല, ചെയ്തില്ലെങ്കിൽ ശിക്ഷയില്ല. അപ്പോ മൊത്തം നിയമങ്ങൾ 5. പറഞ്ഞത് തെറ്റാണ്. മുതലാളിമാര്, പൊന്നച്ചവടക്കാര്, കച്ചവടക്കാര് ഇവരൊന്നും പ്രത്യേകിച്ച് പറഞ്ഞില്ല. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം, നല്ലോണം മനസ്സിലാക്കണം. അള്ളാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. ശരി, അള്ളാഹു ഒരു അശ്രദ്ധനാണ് എന്ന് വിചാരിക്കട്ടെ. ഇത് മരൊന്നും തീരണ കേസുമല്ല. ഇത് ഞാൻ പണ്ടും കൂടെ നടക്കുന്നത്. ഇത് നിങ്ങൾ ആരും ദ്വാരന്നിട്ട് പെട്ടെന്ന് കാര്യമില്ല. അള്ളാഹിന്റെ വാതിൽ അടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ദ്വാരന്നിട്ട് കാര്യം ഉണ്ടാവില്ല. ആ വാതിൽ തുറപ്പിക്കണമെങ്കിൽ വലിയ പണി ഉണ്ടാവും. അള്ളാഹു തൗഫീഖ് തരട്ടെ. തുറക്കൂലേ? തുറക്കും. അങ്ങനെ മോലാൽമാർ വിചാരിക്കണം. ഒരു മൂല്യം വിചാരിച്ചിട്ടും അള്ളാഹിന്റെ വാതിൽ ഇക്കൊല്ലം തുറക്കും നിങ്ങൾ വിചാരിക്കണ്ട. അതിന് മോലാളി തന്നെ വിചാരിക്കണം. അല്ലെങ്കിൽ പെട്ടെന്നൊന്നും അള്ളാഹിന്റെ വാതിൽ തുറക്കൂല. എന്താ കാരണം? നിയമങ്ങൾ 5. പ്രധാനപ്പെട്ട നിയമങ്ങൾ 5. പ്രധാനമല്ല നിയമങ്ങൾ. 6ാമത്തെ നിയമമല്ല, ആകെ നിയമങ്ങൾ പറയും 5. വാജിബ്, സുന്നത്ത്, ഹറാം, കറാഹത്ത്, മുബാഹ്. അതിൽ സുന്നത്ത് യുസാബു അലാ ഫിഅലിഹി വലാ യുആഖബു അലാ തർക്കിഹി. ചെയ്താൽ കൂലിയുണ്ട്, ചെയ്തില്ലെങ്കിൽ ദുനിയാവിലും പിടികൂടൂല, ആഖിറത്തിലും പിടികൂടൂല. ഖിറാഅത്ത് യുസാബു അലാ തർക്കിഹി. ഉപേക്ഷിച്ചാൽ പരലോകത്ത് കൂലി കിട്ടും. വലാ യുആഖബു അലാ ഫിഅലിഹി. ചെയ്തു എന്ന് വെച്ച് ദുനിയാവിലും പിടികൂടൂല, ആഖിറത്തിലും പിടികൂടൂല. ഉദാഹരണം പറയാ, സുബ്ഹിക്ക് മുമ്പുള്ള സുന്നത്ത് നിസ്കാരം ചെയ്താൽ ദുനിയാവിൽ ചെയ്താൽ പരലോകത്ത് കൂലി കിട്ടും. ചെയ്തില്ലെങ്കിൽ ദുനിയാവിലും ശിക്ഷയില്ല, ആഖിറത്തിലും ശിക്ഷയില്ല. അത് സുന്നത്താണ്. വലഭാഗത്തേക്ക് തുപ്പുക ഖറാഅത്താണ്. വലഭാഗത്തേക്ക് തുപ്പൽ ഖറാഅത്താണ്. ഉപേക്ഷിച്ചാൽ അതിന് പരലോകത്ത് അല്ലാഹുവിന്റെ പ്രത്യേകമായ സമ്മാനം കിട്ടും. എന്നാൽ ചെയ്തതുകൊണ്ട് ദുനിയാവിലും ശിക്ഷയില്ല, ആഖിറത്തിലും ശിക്ഷയില്ല. പിന്നൊന്ന് ഹലാലാണ്, മുബാഹ്. ചായ കുടി പോലെ, കഞ്ഞുകുടി പോലെ. ഇത് കഴിഞ്ഞിട്ട് ചായ കടി പുറത്തിറങ്ങി കുടിക്കുന്നവരുണ്ടോ?
കൊല്ലങ്ങളായി, കൊല്ലം 8, 10, 10 കൊല്ലങ്ങളായി ഈ ക്ലാസ്സും കഴിഞ്ഞ് അങ്ങനെ പത്രം വാങ്ങി അങ്ങനെ പോയിട്ട് അവിടെ ആ ചായപ്പൊടി പോയി ചായയും കുടിച്ച് പിരിയുന്ന എത്രയോ ആളുകളുണ്ടോ. ഞങ്ങൾ തന്നെ അങ്ങനെ ഉണ്ട്. അങ്ങനെ പോകുമ്പോൾ പുസ്തകമൊക്കെ എന്നോട് പറയും, നമുക്ക് അവിടെ നിന്ന് ഒരു ചായ കുടിക്കാൻ സൗകര്യമുള്ള ദിവസമൊക്കെ ചായ കുടിക്കാറുണ്ട്. ഇവിടെ ഒരു പുട്ടും ചായയും തരുന്ന ഒരു പീടിയുണ്ട് ഇവിടെ, അവിടെ പോയി ചായ കുടിക്കാറുണ്ട്. ചായ കുടിക്കണമെന്നില്ല, കുടിക്കാൻ പറ്റൂലേ? അങ്ങനെയില്ല. ലാഫ്യാലി പുട്ടും ചായ ഇത് കഴിഞ്ഞാൽ കുടിച്ചുകൊണ്ട് കൂലിയില്ല, കുടിച്ചില്ലെങ്കിൽ ഒരു മോശം. എന്നാൽ 2 കാര്യങ്ങളുണ്ട്, അത് കർശനാണ്. അതിന്മേൽ പടുത്തുയർത്തപ്പെട്ട പേരാണ് എന്ത്? മുത്തഖി. ഖുർആൻ അങ്ങനെ ആർക്കാ? ഇത് ഹുദല്ലിൽ മുത്തഖീൻ, ഹുദല്ലിൽ മുത്തഖീൻ. ഇത് ബീരാൻകുട്ടിക്കും ആവറാൻകുട്ടിക്കും അറിയാമല്ലോ. ഇത് മുത്തഖീങ്ങൾക്ക് മാത്രം അറിയാം. അങ്ങനെ തന്നെയല്ലേ? ഈ ആയത്തറിയാത്ത ഒരാളുണ്ടാവില്ല. ഉള്ളിലുള്ള ആയത്തൊന്നും ആരും പറഞ്ഞോളുന്നില്ല. ഇത് ഏത് അന്തല്ലാത്തവനും ആൽബക്കറിൽ ആദ്യത്തെ 5 ആയത്ത് അത് കഴിയുമ്പോൾ അവന് ഉറക്കം വരും. അപ്പം മുസ്ലിം അവിടുത്തെ നോക്കും, എന്നാലും അതോതും. മനസ്സിലായില്ല. 25-ാവിന് പള്ളിയിൽ നിന്ന് ഓതണമെന്തോ എന്ന് വിചാരിച്ച് പെണ്ണുങ്ങൾ എന്നും ചീത്ത പറയും, നിങ്ങൾ ഇങ്ങനെ ഓതാന്ന് നടന്നോളി. അങ്ങനെ അവസാനം 25-ാവിന് പള്ളിയിൽ വന്ന് ഓതല്ലെന്ന് വിചാരിച്ച് അങ്ങനെ ഓത്തു തുടങ്ങി. അലിഫ്ലാമി ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഓതടാ ഹുദല്ലിൽ മുത്തഖീൻ അല്ലദീന യുമിനൂന ബിൽ ഗൈബി വയഖൂമൂന സ്വലാത്ത്. അപ്പോഴത്തേക്ക് കണ്ണ് മാളൽ തുടങ്ങി. വബിൽ ആഖിറതി ഹും യൂഖിനൂന ഉലൈക അലാ ഹുദൻ മിർ റബ്ബിഹിം വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. അവിടെ തൈപ്പം വെച്ച് പള്ളി അങ്ങനെ ചെരിഞ്ഞ് പള്ളിൻ്റെ സൈഡിലൊക്കെ ചാരി ഇരിക്കണവരുണ്ട്. കുറച്ചും കൂടി കഴിഞ്ഞാൽ പോലെ അങ്ങനെ അടുത്ത് ആവും, പിന്നെ അവിടെ കിടക്കും. അങ്ങനെ വല്ലാതെ നേരത്തെ ഈ ക്ലാസ് ഇല്ലാത്തതുകൊണ്ടാണ്. അങ്ങനെ മനസ്സിലായോ? പ്രവചനം കിടക്കും. എന്നാലും എന്തോതും അലിഫ്ലാമീം ഈ കിതാബടാ അവറാൻകുട്ടിക്കും വീരാൻകുട്ടിക്കും ഇറക്കിയതല്ല, ഇത് മുത്തഖീങ്ങൾക്ക് മാത്രം ഇറക്കിയതാണ്. അലിഫ്ലാമീം ذلك الكتاب لا ريب فيه هدى للمتقين. മുത്തഖീങ്ങൾക്ക് ഇറക്കിയതാണ്. മുത്തഖീങ്ങൾക്ക് വിജയം ഉണ്ടാവുക. ഇന്ന ലിൽമുത്തഖീന മഫാസ ഹദായിഖ വഅനാബ വകവാഇബ അത്റാബ വകഅസൻ ദിഹാഖ. മുത്തഖീങ്ങൾക്കാണ് വിജയസ്ഥാനം ഉണ്ടാവുക. അല്ലാഹു തആല കൂട്ടത്തിൽ പെടുത്തട്ടെ. എന്താ മുത്തഖീ എന്ന് പറഞ്ഞാൽ? ഒന്ന് പ്രധാനമായി മുത്തഖീ എന്ന് പറഞ്ഞാൽ 2 പ്രധാനമോ അപ്രധാനമല്ല. മുത്തഖീങ്ങളാകാൻ ആകെ ചെയ്യേണ്ടത് 3 നിയമം പ്രശ്നമല്ല. ചെയ്താ നല്ലത് സുന്നത്ത്, ചെയ്തില്ലെങ്കിൽ ദുനിയാവിൽ പിടികൂടൂല. അപ്പം സുന്നത്തായി നിസ്കരിക്കണില്ലെങ്കിൽ ദുനിയാവിൽ പിടികൂടൂല. പറ മനുഷ്യന്മാരെ, ആഖിറത്തിൽ പിടികൂടൂല. ഖിറാഅത്ത് എല്ലാവരും ചെയ്താൽ ദുനിയാവിൽ പിടികൂടൂല, ആഖിറത്തിൽ പിടികൂല. ഹലാല് ചെയ്താലും കണക്കാണ്. അപ്പൊ പിന്നെ ആകെ അള്ളാഹ് പിടികൂടൽ 2 നിയമത്തിനാണ്. വാജിബ് ഉപേക്ഷിച്ചാൽ പിടികൂടും, ദുനിയാവിൽ പിടികൂടും, ആഖിറത്തിൽ പിടികൂടും. ഹറാം ചെയ്താലും പിടികൂടും, ദുനിയാവിൽ പിടികൂടും, ആഖിറത്തിൽ. അല്ലാഹു തആല കാത്തു രക്ഷിക്കട്ടെ. മനുഷ്യന്മാരെ, നിങ്ങൾ ഇനി ചിന്തിച്ചു നോക്ക്, വളരെ ചിന്തിക്കണം. ലോകത്ത് 5 കൊല്ലത്തിനുള്ളിൽ വികസിച്ച ഏറ്റവും വലിയ പട്ടണമാണ് ഏത്? ഏറ്റവും വലിയ ജില്ലയാണ് ഏത്? മലപ്പുറം. സത്യമാണ്. അപ്പോൾ അതിനനുസരിച്ച് പണം ഉണ്ടാവും. പണത്തിനൊരു പ്രശ്നമുണ്ട്. എന്താ? 2.5% സക്കാത്ത് കൊടുത്തില്ലെങ്കിൽ അമൽ അല്ലാഹു സ്വീകരിക്കില്ല, ദുആ അല്ലാഹു സ്വീകരിക്കില്ല, ഒന്നും അല്ലാഹു സ്വീകരിക്കില്ല, ഒന്നും സ്വീകരിക്കില്ല. സക്കാത്ത് എന്നത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. സക്കാത്തിന്മേൽ വിമുഖരായ ജനതയെ സുൽത്താൻ പിടികൂടൽ സ്വാഭാവികമാണ്. അല്ലാഹു തആല നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. പണ്ട് ഒരു മഹല്ലിൽ സക്കാത്ത് കൊടുക്കേണ്ടവർ എന്ന് പറഞ്ഞാൽ 1-2 ആളുകളാണ്. എന്റെ കുട്ടിക്കാലത്ത്. ഇന്നൊരു നാട്ടിൽ 60-75% സക്കാത്ത് ബാധ്യസ്ഥരാണ്. എത്ര കൊടുക്കണ്ടേ? 2.5%. 1 കോടിയുടെ കച്ചവടം ഉണ്ടെങ്കിൽ 2.5 ലക്ഷം ജനങ്ങൾക്ക് കൊടുക്കൽ നിർബന്ധമാണ്. നിർബന്ധമെന്നല്ല, അവരുടെ ധനത്തിൽ അവകാശമായി ആർക്ക്? സാഇലി വൽ മഹ്റൂം, ഫഖീർ മിസ്കിന്മാർക്ക് കൊടുക്കല്ല. ഇവരെ മുതൽ ആള് കയറി. ആര്? പറഞ്ഞിട്ട് മനസ്സിലായോ?
ചിന്തിക്ക്. പോത്തിനെ പോലെ വളർന്ന് നിന്റെ പൊരയിൽ നീ തിന്നാൻ കൊടുക്കുന്ന മക്കൾക്ക് നീ തിന്നാൻ കൊടുക്കൽ എന്തില്ല? ഹക്കില്ല. കാരണം ഓൻ എന്നെ സ്വയം ഉണ്ടാക്കാൻ മാത്രം വലുതായി. ഇനിയിപ്പോ അവന് തിന്നാൻ കൊടുക്കൽ നിനക്ക് എന്തില്ല? ഹക്കില്ല. എന്റെ മതത്തിൽ അവന് ഹക്കില്ല. മരിച്ചാൽ മൂക്കിൽ പഞ്ഞച്ചാൽ അതോ കൊണ്ടുപോകും. അപ്പോൾ ഹക്കായി. ജീവിച്ചിരിക്കുമ്പോ എന്റെ മുതലാണ്. ജീവിച്ചിരിക്കുമ്പോ എന്റെ മുതലാണ്. എന്റെ വാപ്പ പല സന്ദർഭത്തിലും എന്തെങ്കിലും നമ്മളൊരു പുതിയ കാര്യം വാപ്പാനോട് പറഞ്ഞാൽ ഇങ്ങനെ ഉണ്ടായിരുന്നിട്ട് പിന്നെ ചോദിക്കും, ഈ മുതലൊക്കെ ഇപ്പൊ എന്റേതായിരുന്നപ്പോ എനിക്ക് വിചാരം തോന്നുന്നുണ്ടാ എന്ന്. ഇന്നെ കുളിപ്പിച്ച് കിടത്തണടാ, അപ്പളേ എന്റേതാവുള്ളൂ എന്ന് പറയും. വാപ്പന്റെ തമാശയല്ല കാര്യം. എന്തെങ്കിലും ഒരു കാര്യം അത് ഞാൻ അങ്ങനെ കെട്ടാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് ബാപ്പാനോട് പറഞ്ഞാൽ ബാപ്പ ഇങ്ങനെ കുറച്ചേരം ഇങ്ങനെ മിണ്ടാന്നിട്ട് പറയും, ഈ മുതലൊക്കെ ഇപ്പൊ എന്റേതായിന്നായിട്ട് എനിക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കും. എനിക്ക് വയസ്സേ ആയിട്ടുള്ളൂ, എന്റെ മൂക്കിൽ പഞ്ഞച്ച് കുളിപ്പിച്ച് കിടന്നിട്ടില്ല, അത് കിടത്തിയാലേ എന്റേതാവുള്ളൂ, അതുവരെ ഇതിന്റെ അവകാശി ഞാനാണ്. എന്താ ചെയ്യേണ്ടത് ചെയ്യണ്ടെന്നുള്ളത് തീരുമാനിക്കണം ഞാനാണ്. പിന്നെ അവിടെ വർത്താനമില്ല. അത് ബാപ്പാന്റെ സ്ഥിരം വർത്താനം മരണം വരെ. അപ്പൊ എന്റെ സത്യമാണ്, നമുക്കൊരവകാശമില്ല, ഒരു അവകാശമില്ല. ചിന്തിക്ക്. അപ്പൊ നമ്മൾ ചിന്തിക്കണം. ചിന്തിക്ക്. നമ്മൾ ഇന്ന് തിന്നാൻ കൊടുക്കുന്ന മക്കൾക്ക് തിന്നാൻ കൊടുക്കൽ പല മക്കൾക്കും നമുക്ക് നിർബന്ധമില്ല. ഓരോ പുരയിലും ഇന്ന് നമ്മൾ വളർത്തുന്ന വലിയൊരു ശതമാനം മക്കൾക്കും തിന്നാൻ കൊടുക്കൽ നമുക്ക് നിർബന്ധമല്ല. പക്ഷേ അതേ സമയത്ത് അവരുടെ ധനത്തിൽ ഫഖീർ മിസ്കീന്മാർക്ക് അവകാശമായി, കൊല്ലം തികഞ്ഞാൽ ഫഖീറിനും മിസ്കീനും അവകാശമായി. ചിന്തിക്ക്. 1 കോടിയുടെ കച്ചവടമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം, 1 കോടി മുതലിറക്കിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം കൊല്ലം കഴിഞ്ഞാൽ ലാഭം ഉണ്ടായാലും നഷ്ടം ഉണ്ടായാലും എത്ര തക്കത്ത് കൊടുക്കണം? 2 ലക്ഷം. 10 കോടിയാണെങ്കിലോ 10 കോടിയാണെങ്കിലോ 25 ലക്ഷം. 20 കോടിയാണെങ്കിലോ 50 ലക്ഷം. 20 കോടി കൊണ്ടൊക്കെ കച്ചവടം ചെയ്യുന്ന ഇഷ്ടം പോലെ മുതലാളിമാർ, 20, 25, 50 കോടി കൊണ്ടൊക്കെ കച്ചവടം ചെയ്യുന്ന ഇഷ്ടം പോലെ മുതലാളിമാർ ഇന്ന് മഹല്ലുകളിൽ സുലഭമാണ്. മനസ്സിലായില്ല? നിങ്ങളിന്റെ കൂടെ ഉണ്ടോ? നിങ്ങൾ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടാ? പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവും. ചിന്തിക്ക്. കച്ചവടം നിങ്ങൾ ചിന്തിക്കണം. ചിന്തിക്കുക. അതൊക്കെ സർവ്വസാധാരണയാണ്. നിങ്ങൾ ചിന്തിക്കണം. ഒരാൾക്ക് 10 കോടി രൂപയുടെ കച്ചവടം ഉണ്ടെങ്കിൽ, 10 കോടിയുടെ കച്ചവടം ഉണ്ടെങ്കിൽ, 10 കോടിയുടെ കച്ചവടം ഉണ്ടെങ്കിൽ, ഈ ഭൂമിയൊക്കെ ഈ കൊലത്തിലാകാനുള്ള കാരണം എന്ത് ചെയ്യൂല? റിയൽ എസ്റ്റേറ്റ് ബിസിനസ് പൊട്ടി. മനസ്സിലായില്ല? എന്താ പ്രധാനപ്പെട്ട കാരണം? കൊടുക്കേണ്ട മുതൽ കൊടുത്തില്ല. ഏറ്റവും കൂടുതൽ കോടികൾ നടന്ന ബിസിനസ്സാണ് ഏത്? റിയൽ എസ്റ്റേറ്റ്. കോടികൾ പൊളിച്ച്. നിങ്ങൾ ചിന്തിക്കണം. എന്താ കൊടുക്കൽ 25,000 എന്ത് ചെയ്യും? മുതലാളിമാരിൽ 100 രൂപ കൊടുക്കും എല്ലാവർക്കും. നല്ല മനുഷ്യനാണെങ്കിൽ 500 രൂപ കൊടുക്കും. 500 രൂപ കൊടുത്ത് ഒരാൾക്ക് നിങ്ങൾ ചിന്തിക്കുക. ഒരാൾക്ക് 10 കോടി രൂപയുടെ ബിസിനസ് ഉണ്ടെന്ന് സങ്കല്പിക്കുക. 10 കോടി രൂപ ബിസിനസ് ഉണ്ടെന്ന് സങ്കല്പിക്കുക. ചിന്തിക്കുക. റമളാനിലെ 27-ാം രാവിനോടനുബന്ധിച്ച് അവന്റെ പുരയിൽ കയറി വരുന്ന ആളുകൾക്ക് അവൻ 500 കൊടുത്താൽ തന്നെ അവന്റെ ശ്രുതി നാടാകെ പറയും, ഭയങ്കര ആളാ, 500 രൂപ ബിരുന്നോൽക്കൊക്കെ 500 കൊടുക്കും എന്ന് സങ്കല്പിക്കുക. എങ്കിൽ 100 ആൾക്ക് 500 രൂപ കൊടുത്താൽ എത്ര രൂപയാവും? 100 ആൾക്ക് 500 രൂപ കൊടുത്താൽ എത്ര രൂപയായി? 50,000 രൂപയായി. എത്രയും കൊടുക്കേണ്ടത്? ചിലപ്പോൾ 25 ലക്ഷം, ചിലപ്പോൾ 35 ലക്ഷം, ചിലപ്പോൾ 50 ലക്ഷം, ചിലപ്പോൾ 1 കോടി കൊടുക്കേണ്ടവരുണ്ടാവും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അള്ളാഹു പറ, അള്ളാഹു നമ്മളെ കാക്കട്ടെ, അള്ളാഹു നമ്മളെ കാക്കട്ടെ, അള്ളാഹു നമ്മളെ കാക്കട്ടെ, അള്ളാഹു നമ്മെ കാക്കട്ടെ. 40 കോടിയുടെ ബിസിനസ്സിൽ ഉണ്ടെങ്കിൽ എത്ര സക്കാത്ത്? 40 കോടിയുടെ ബിസിനസ് ഉണ്ടെങ്കിൽ എത്ര സക്കാത്ത്? 1 കോടി സക്കാത്ത് കൊടുക്കണം. അതെ, കൊല്ലം പൂർത്തിയായിട്ട്, ഒരു കൊല്ലം പൂർത്തിയായാൽ കച്ചവടം കണക്കാക്കിയിട്ട് 2.5% എന്ത് ചെയ്യണം? സക്കാത്ത് കൊടുക്കണം. മനസ്സിലായില്ല? അതെന്നെ ഇപ്പൊ പറഞ്ഞേ. ഇതൊക്കെ കൊടുക്കാൻ ഭാര്യയെ ഏൽപ്പിച്ചാൽ പോലും നിങ്ങൾ ചിന്തിക്കണം. ചിന്തിക്ക്. ഇത് പടച്ച തമ്പുരാൻ തന്നല്ലേ, ആര് പരിഗണിച്ചു? അങ്ങനെ വരുമ്പോ എന്തുണ്ടാവുന്നറിയോ? ഒന്നിച്ച് ഭരണാധികാരിയുണ്ടോ? അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. അതാ പറഞ്ഞേ. മുതലിൽ കള്ളം മുതൽ കൂടി, ഉള്ള മുതലിൽ കള്ളം മുതൽ കൂടിയാൽ
ഉള്ള മുതലും കള്ള മുതലാവും. കുറഞ്ഞ മുതലും കള്ള മുതൽ കൂടിയാൽ പിന്നെ ബാക്കിയുള്ള മുതലും കള്ള മുതലാവും. അള്ളാഹു കാക്കട്ടെ. സംശയിക്കണം, മുഅ്മിനീങ്ങളെ ചിന്തിക്കണം. ചിന്തിക്ക്. കോടാനക്കോടിയുടെ ബിസിനസ് നടക്കുന്ന കോടാനക്കോടിയുടെ ബിസിനസ്സുകള്, കോടാനക്കോടി ഉറുപ്പിയുടെ വാങ്ങിവെച്ച ഭൂമികള്, സൗകര്യങ്ങള്, നിഅമത്തുകള്, സക്കാത്തിനൊരു വിഷയമുണ്ട്. ഈ കൊല്ലം കൊടുത്താൽ അടുത്തൊല്ലം കൊടുക്കണം, ഈ കൊല്ലം കൊടുക്കണം, അടുത്തൊല്ലം കൊടുക്കണം. ഹക്ക് പിന്നെയും കൂടി. ഒരു കൊല്ലം ബാപ്പ എത്ര സക്കാത്ത് കൊടുക്കണം? 25 ലക്ഷം. 25 ലക്ഷം 10 കോടി ഉറുപ്പയുടെ സക്കാത്ത്. 10 കോടിയുടെ ഉറുപ്പയുടെ ബിസിനസ് ഉള്ള ആളുകൾ ഇന്ന് മഹല്ലുകളിൽ അനവധിയാണ്. ഒരു കൊല്ലത്തിൽ 25 ലക്ഷം സക്കാത്ത് കൊടുക്കണം, അടുത്തൊല്ലം കൊടുക്കണം. കൊല്ലം കഴിഞ്ഞാൽ സക്കാത്ത് കൊടുക്കണം. وفي أموالهم حق للسائل والمحروم. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. മനസ്സ് തുറക്ക. അല്ലാഹു തആല കാത്തിരക്ഷിക്കട്ടെ. മലപ്പുറം കോഴിക്കോട് ജില്ലയിലെ മുസ്ലിം മുതലാളിമാരുടെ സക്കാത്ത് 4 കൊല്ലം മര്യാദയ്ക്ക് കൊടുത്താൽ നമ്മളെ ജില്ലയിൽ ഫക്കീർ എന്നൊരു സാധനം ഉണ്ടാകുന്നില്ല. സംശയിക്കണം. ഫക്കീർ എന്ന സാധനം ഉണ്ടാവില്ല, മിസ്കിൻ എന്ന സാധനം ഉണ്ടാവില്ല, ഫക്കീർ എന്ന സാധനം ഉണ്ടാവുന്നില്ല. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. അള്ളാഹു ബോധം തരട്ടെ. മലപ്പുറം കോഴിക്കോട് ജില്ലകളിലെ മുസ്ലിം പ്രമാണിമാർ മര്യാദക്ക് സക്കാത്ത് കൊടുത്താൽ ഫക്കീർ എന്ന സാധനം ഉണ്ടാവില്ല. എന്തുകൊണ്ട്? ഒന്ന്, ഫക്കീർ മിസ്കിന്മാരുടെ എണ്ണം പണ്ടത്തെക്കാൾ വളരെ കുറഞ്ഞ്, കൊടുക്കേണ്ട ആളുകളെ എണ്ണങ്ങൾ ക്രമാതീതമായി കൂടി. 4 കൊല്ലം കോഴിക്കോട് മലപ്പുറം ജില്ലകളിലെ മുസ്ലിം മുതലാളിമാർ 4 കൊല്ലം സക്കാത്ത് കൊടുത്തിരുന്നുവെങ്കിൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഗവർണറോട് ദേഷ്യപ്പെട്ടതുപോലെയാവും. എന്തിനാണ് നീ ജനങ്ങളെ നെക്കിപ്പിഴിഞ്ഞ് നികുതി കൊടുത്തയച്ചത്? അങ്ങനെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? അപ്പോൾ യമനിലെ ഗവർണർ തിരിച്ചു പറഞ്ഞു ഖലീഫയോട്, ഖലീഫ, ഇത് ഒരിക്കലും നികുതി പിരിച്ചതല്ല, ഇത് സക്കാത്തിന്റെ മുതലാണ്. ഇത് വാങ്ങാൻ എന്റെ അധികാര പരിധിയിൽപ്പെട്ട ആളുകളില്ല. അതുകൊണ്ട് മദീനയിൽ ഖലീഫക്ക് അയച്ചതാണ്. ഏതെങ്കിലും ആഫ്രിക്കയിലോ എവിടെയെങ്കിലോ സക്കാത്തിന് അർഹരുണ്ടെങ്കിൽ കൊടുത്തേക്കുക. കേട്ട ചരിത്രമല്ലേ? നമ്മൾ പ്രശ്നങ്ങളൊക്കെ അതൊക്കെ കഴിയുമ്പോൾ മടവൂർ ഒരു ഒറ്റ കരച്ചിലും ചോയും. മടവൂർ കാര്യം എന്താ കാര്യം? മടവൂർ കിടക്കുന്ന ആൾക്ക് ഈ പ്രശ്നമൊന്നുമില്ലല്ലോ. ഒരു നിയമം പാലിച്ചാൽ അവിടെ കിടക്കുന്നത്, നിയമം പാലിക്കാതെ അവിടെ കഴിഞ്ഞാൽ എന്താ കാര്യം? നിയമം പാലിക്കാത്ത ആ മക്കളെ ഏറ്റെടുക്കാൻ മടവൂർ ഏറ്റെടുക്കുമോ? അമ്പലത്തെ ഏറ്റെടുക്കുമോ? അങ്ങനെ ഏറ്റെടുക്കുക? നമ്മൾ കുതിര വിട്ടിട്ട് മടവൂരിൽ പോയി ഒറ്റ ഒരു നിയമം പാലിച്ചവരാണല്ലോ. നിയമം പാലിച്ചിട്ടാണല്ലോ ഒരായത്. അങ്ങനെ തന്നെയല്ലേ? പല മനുഷ്യന്മാരെ മടവൂട് കിടക്കുന്ന ആള് നിയമം പാലിച്ചിട്ടല്ലേ അങ്ങനെ ആയത്? അങ്ങനെ തന്നെയല്ലേ? മര്യാദക്ക് സക്കാത്ത് കൊടുക്കുന്നത് നാട്ടിൽ 1-2% ഉണ്ടെങ്കിലും ഉണ്ടാവും. മുതലാളിമാർ 10% ഉണ്ടാവില്ല, 10% പോലും ഉണ്ടാവില്ല. പിടികൂടാ. പിന്നെ നമ്മളെ പിടികൂടാൻ അമിത് ഷാക്ക് കഴിയുള്ളൂ. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഇതൊക്കെ പോയിട്ടാൽ നമ്മൾ നന്നാവില്ല. നമ്മൾ വിചാരിക്കും, എന്ത് വിചാരിക്കുന്നത്? അവസാന ശ്വാസം വരെ എന്തെങ്കിലും പോയിട്ടുണ്ടാവും. അങ്ങനെ കൊടുത്താൽ നടക്കൂല. എന്നിട്ട് ഇത് വാരി കെട്ടിക്കൊണ്ട് നടക്കും. പിന്നെ അവൻ ചാവും. അവൻ ചത്താൽ പിന്നെ ആ മുതൽ ആരുതാവും? മാഞ്ചലാവും. പിന്നെ ഈ ഹറാമിന്റെ മുതലിന്മലാണ് ആര് പടുത്തുയർത്തുന്നത്? പറയാ, ആര്? മകൻ, മാന്റെ മകൻ. അവരുടെ ധനത്തിൽ ഫക്കീർ മിസ്കിന്മാർക്ക് അവകാശമുണ്ട്. ഇതേ മുതലിൽ പിന്നെ മക്കൾ പടുത്തുയർത്തുന്നുണ്ട്. ആ മക്കളുടെ മക്കൾ ദജ്ജാലായി മാറും. പറഞ്ഞാൽ കേൾക്കൂല. എന്താ പറഞ്ഞ കാര്യം? എന്താ? വല്യാപ്പ പടച്ചോൻ പറഞ്ഞത് കേൾക്കാതെ ഉണ്ടാക്കിയ മുതലാണിത്. മക്കൾ പറഞ്ഞാൽ കേൾക്കൂല. ഉറപ്പ്. എങ്ങനെ കേൾക്കും? അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഒന്നും നടക്കൂല. അതൊന്നും നടക്കൂല. അല്ലാഹു നമ്മൾക്കത് ആയിരുന്നല്ലോ. ഈ ഏറ്റെടുത്തോടെ കൂട്ടത്തിൽ എന്നെ ഏറ്റെടുക്കണേ. അതിന് അള്ളാഹ് ഏറ്റെടുത്ത് മുത്തഖീങ്ങളെ. അതിന് ഞാൻ മുത്തഖിയായ ജിന്നെ ഏറ്റെടുക്കാം. അതല്ലേ പറഞ്ഞ്?
ഏറ്റെടുക്കാത്തവരെ കൂട്ടത്തിൽ ഏറ്റെടുക്കണം. നിങ്ങൾ ഇവിടെ ഉണ്ടോ? അല്ലാഹു മഹ്ദിനി പറയും മനുഷ്യന്മാരെ, അർത്ഥം വെക്കി മനുഷ്യന്മാരെ. അല്ലാഹു മഹ്ദിനി. പിന്നെ മേനാതേറ്റ നീ ഹിദായത്ത് കൊടുത്തവരെ കൂട്ടത്തിൽ എനിക്ക് ഹിദായത്ത് തരണം. ആരൊക്കെ ഹിദായത്തിന് തയ്യാറായി വന്നോ ഒരു ഹിദായത്ത് കൊടുത്തു, അപ്പൊ ഞാനും തയ്യാറായ എനിക്കും തരണം. പിന്നെ പറയും മനുഷ്യന്മാരെ. പിന്നെ പറഞ്ഞല്ലോ പറയും മനുഷ്യന്മാരോ ഒത്തവല്ലനി നീ ഏറ്റെടുത്തോരെ കൂട്ടത്തിൽ നീ ഏറ്റെടുക്കണം, ഏറ്റെടുക്കാത്തോരെ കൂട്ടത്തിൽ നീ ഏറ്റെടുക്കണം. അങ്ങനെയല്ല, നീ ഏറ്റെടുത്തവരുടെ കൂട്ടത്തിൽ എന്നെയും ഏറ്റെടുക്കണമേ. അഥവാ നീ ഏറ്റെടുക്കാൻ ഞാൻ യോഗ്യനായി വന്നാൽ നീ എന്നെ ഏറ്റെടുക്കണമേ. അങ്ങനെ തന്നെയല്ലേ പറയുമത്തവല്ലനെ. പിന്നെ താഴെ പറഞ്ഞു നീ ഏറ്റെടുത്തവൻ പിന്നെ നിന്യനാവുകയുമില്ല. നീ ശത്രുത വെച്ചൊഴിവാക്കിയവൻ യോഗ്യനാവുകയുമില്ല. ഏറ്റെടുത്താൽ പിന്നെ അവൻ തകരുകയില്ല, നീ ഒഴിവാക്കിയാൽ പിന്നെ അവൻ നന്നാവുകയുമില്ല. കത്തിരക്ഷിക്കട്ടെ. ഇതന്നല്ലേ അർത്ഥം, ഇതല്ലേ അർത്ഥം. പിന്നെ അവിടെ പിടികൂടാൻ ആർക്കേ കഴിയുള്ളൂ. പണ്ടൊന്നും മൂല്യന്മാര് സക്കാത്തിനെ പഠിച്ച ആരും അറിയില്ല. അതിന് കാരണം എന്താണെന്നറിയോ? ആകെ ഒരു നാട്ടിൽ സക്കാത്ത് കൊടുക്കാനുള്ള 1-2 ആളുകളാണ്. അവർക്ക് പഠിപ്പ് ഒരു ദിവസത്തെ വയറു പറഞ്ഞിട്ട് എന്താ കാര്യം പറഞ്ഞു കുഴപ്പമില്ല. ചിന്തിക്കണം. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ ഒരു നാട്ടിൽ സക്കാത്ത് കൊടുക്കാൻ 70-75% ആളുകൾക്കും എന്തിനു ബാധ്യത ഉണ്ട്? എത്ര കൊടുക്കണം? ലക്ഷങ്ങൾ. കുറച്ചോ? നിങ്ങൾ ചിന്തിക്കണം. ചിന്തിക്ക് 50 ലക്ഷം 20 ലക്ഷവും ഒക്കെ സക്കാത്ത് കൊടുക്കേണ്ട ആളുകൾ എത്രയാണ്? മഹല്ലുകളിൽ എത്രയാണ്? ഞാനിത് തമാശ പറയുകയല്ല, നിങ്ങൾ ചിന്തിക്കണം. പള്ളിയിലെ മഹല്ല് ജമാഅത്തിലെ ഉത്തരവാദിത്തപ്പെട്ട ആളുകള് നാട്ടിലൊരു കുഴങ്ങിയ മനുഷ്യനോട് എന്ത് ചെയ്യുമെന്നറിയോ? അവര് പള്ളിയുടെ ലെറ്റർ ഹെഡിൽ എഴുതി ഒപ്പിട്ട് കൊടുക്കും. ഈ എഴുതി ഒപ്പിട്ട് കൊടുക്കുന്ന പ്രസിഡന്റ് കാക്ക പള്ളർച്ച് കോടിക്കണക്കിന് കത്ത് കൊടുക്കണ്ടാവും. അതിന് കുറച്ച് കൊടുത്താലും ഈ ടെണ്ടൽ അവസാനിപ്പിക്കാം, അത് കൊടുക്കൂല. ഈ കത്ത് കിട്ടാൻ വേണ്ടി ഈ ഫക്കീർ ഇയാളെ പരീക്ഷ 16 വട്ടം നടക്കണം. ഈ ജാതി ഹാമക്ക് കാക്കാരുള്ള കാലത്തോളം നമ്മളെ നന്നാക്കാൻ നരേന്ദ്രമോദിക്ക് അല്ലാതെ കഴിയില്ല. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. നമ്മളെ പിടികൂടാൻ അള്ള ഇറക്കിയ ആളുകളാണടാ നരേന്ദ്രമോദിയും അമിത്ഷയും. നമ്മൾ നന്നാകണമെങ്കിൽ അല്ലാഹു നമുക്ക് പരിഹാരം ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ നന്നാകണം. നമ്മൾ വെറുതെ തലയൊക്കെ കിട്ടിക്കരഞ്ഞിട്ട് കാര്യമല്ല. നമ്മളിവിടെ നാശായിട്ട് പഴുപ്പ് കയറി സങ്കല്പിക്കുക. അപ്പൊ നമ്മൾ പഴുപ്പിനെ അങ്ങോട്ട് കൂട്ടാൻ വേണ്ടി എന്ത് ചെയ്തെന്നറിയോ? കിച്ചട്ടിട്ടുണ്ടായിരുന്നു. പഠിച്ചോനെ നടക്കൂല. പഴുപ്പ് ശരിയാകണമെങ്കിൽ എന്ത് വേണം? നെന്റേതല്ലാത്ത കുറെ സാധനങ്ങൾ എന്റെ കൂട്ടത്തിൽ കൂടിയിട്ടുണ്ട്. ആ പഴുപ്പും ചെലവും എന്ത് ചെയ്യണം? പോക്കി കുത്തി കളഞ്ഞതിന് ശേഷം മരുന്ന് വെച്ചിട്ട് പിന്നെ അത് വരക്കണം. പഠിച്ചോനെ ഇത് മാറട്ടെ, അപ്പൊ മാറും. മനസ്സിലായില്ല? ഈ പഴുപ്പൺ വെച്ചുകൊണ്ട് കിട്ടിയാൽ പഴുപ്പ് മേലകണ് കയറും. അങ്ങനെ തന്നെയല്ലേ? അങ്ങനെയല്ലേ? അല്ലാഹു കാത്തി. അത് മനുഷ്യന്റെ കൈകളുടെ ചെളികളാണെന്ന്. സക്കാത്ത് എന്നാൽ അത് മനുഷ്യന്റെ കൈകളുടെ ചെളികളാണ്. അത് മുഹമ്മദിന് കഴിക്കാൻ പാടില്ലെന്ന് മുഹമ്മദ് മുസ്തഫ. നിങ്ങളെ ധനത്തിന്റെ സക്കാത്ത് എന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ ചെളികളാണ്, അത് വൃത്തികേടാണ്, ചെളികളാണ്. മുഹമ്മദിൻ അതെനിക്ക് കഴിക്കൽ ഹലാലല്ല, എനിക്ക് സക്കാത്ത് തരരുത്, അത് ധനത്തിന്റെ ചെളിയാണ്, അതെനിക്ക് കഴിക്കൽ ഹലാലല്ല എന്ന് മുഹമ്മദ് മുസ്തഫ. സുബ്ഹാനല്ലാഹ്. അല്ലാഹു നമുക്ക് നാഫിഅ ഇൽമിനെ തരട്ടെ. ഓർക്കപ്പറ അല്ലാഹു നാഫിഅ ഇൽമിനെ തരട്ടെ. എന്താ സാഹചര്യം? നിങ്ങൾ പറയും. ഈ പള്ളി പ്രസിഡന്റ് ഫക്കീറിനും മിസ്കീനും ഒരു നാട്ടിൽ പോയി പിരിപ്പിക്കണം. ഇയാൾ കത്ത് കൊടുക്കണം. അതിന് 16 വട്ടം ഇയാൾ വരെ കിടക്കും. എന്താ നാട്ടിലെ അവസ്ഥ? ഈ കത്തുചകം പാടുണ്ട. പള്ളി കമ്മിറ്റിയിൽ കത്തുകൊടുക്കാൻ എത്ര ആളുകളുണ്ട്? 21 കമ്മിറ്റി, ഒക്കെ മുതലാളിമാരാ. എന്നാ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ പോലെ നമ്മൾ അവക്കാത്ത എത്ര കൊടുക്കാൻ ബാക്കിയുണ്ട്? നമ്മൾ ലേശം കൊടുക്കുക. നമ്മളിതിനാ കുഞ്ഞുമേമീനെ നാടാകെ തണ്ടാൻ പറഞ്ഞേക്കണം. എന്നിട്ട് ഇവരിങ്ങനെ വലിയ കൂട്ടരായി നടക്കുക. അപ്പോൾ പിടികൂടാൻ അമീത് ഷാക്ക് കഴിയുള്ളൂ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ.
മുത്തഖീങ്ങളെയല്ലാതെ അല്ലാഹു ഏറ്റെടുക്കുകയില്ല എന്ന് പരിശുദ്ധ ഖുർആനിൽ ഖാലല്ലാഹു അസ്സ വജൽ. മുത്തഖീങ്ങളെയല്ലാതെ അല്ലാഹു ഏറ്റെടുക്കുകയില്ല. അല്ലാഹു ഏറ്റെടുത്താലോ ഒരു പേടി, പക്ഷേ മുത്തഖീങ്ങൾ മാത്രമേ ഏറ്റെടുക്കുള്ളൂ. അർത്ഥം വെക്കി, നിങ്ങൾ ചിന്തിക്കി. ഇത് പറഞ്ഞാൽ എന്ത് കാര്യമുണ്ട്? ഒരു മൂല്യത ശരിക്കാണ് പറഞ്ഞാൽ അയാളെ ഷാബാനാണ് മുമ്പ് വിരിച്ചു കൊടുത്തു. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. 2, മിസ്കിന്മാർക്ക് ഒരു പരിഗണനയും നൽകൂല. മിസ്കിന്മാർക്ക് ഒരു പരിഗണനയില്ല നാട്ടില്. ഫക്കീർ മിസ്കീന് ഒരു പരിഗണനയില്ല. ഒരു പരിഗണന അവരെ പ്രശ്നം പരിഹരിക്കലാണ്. നിന്റെ കയ്യിൽ സക്കാത്തില്ലേ? ചിന്തിക്ക്. ആരാ മോല? ആരാ അള്ളാന്റെ ആളാരാ? അള്ളാന്റെ ആളാരാ? മൂല്യരോ? അള്ളാന്റെ ആളാരാ? അള്ളാന്റെ മൂല്യർ മിസ്കീനാണെങ്കിൽ മൂല്യരും അള്ളാന്റെ ആളാണ്. اللهم احيني مسكينا وامتني مسكينا واحشرني في زمرة المساكين دائما يدعو النبي صلى الله عليه وسلم. നിത്യമായി മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിരുന്ന ദുആയാണിത്. اللهم احيني مسكينا وأمتني مسكينا واحشرني في زمرة المساكين. അല്ലാഹുവേ, മിസ്കീനായി എന്നെ ജീവിപ്പിക്കണമേ, മിസ്കീനായി എന്നെ മരിപ്പിക്കണമേ. അന്ത്യനാളിലെ മഹ്ശറിൽ മിസ്കീന്മാർ ഇരിക്കുന്നിടത്ത് മാത്രം നീ എന്നെ ഇരുത്തണമേ. അവിടെ ഒരു പ്രത്യേകത ഉള്ളതുകൊണ്ടാണല്ലോ ഒരാൾമാരുടെ കൂട്ടത്തിൽ ഇരുത്തരുതേ. എന്നെ അവിടെ ഇരുത്തണം. മിസ്കീന്മാരുടെ കൂട്ടത്തിൽ മുഹമ്മദ് മുസ്തഫ. ഒന്നും കൂടി ആ ദുആ കേട്ടോളി. ഞാൻ ഇവിടെ മിസ്കീന്മാരായ പോരാ, എവിടെയാവണം? പരലോകത്തെ മിസ്കിമാരെ കൂട്ടത്തിലായിരിക്കണം ഞാൻ എന്ന് മുഹമ്മദ് മുസ്തഫ. ഓഹോ, അപ്പോ ഒരു കാര്യം ഉണ്ടല്ലോ, പരലോകത്തെ സ്പെഷ്യൽ കാറ്റഗറി എന്ന് പറഞ്ഞാൽ VIP എന്നാൽ ആരാ? മിസ്കിമാര്. ലോകത്തെ ഏറ്റവും വലിയ VIP മുഹമ്മദ് മുസ്തഫ അല്ലേ? ഇന്നെ എവിടെ ഇരുത്തണ്ട്? മിസ്കിമാര്. ഞങ്ങൾ ഇതാർക്കും അറിയാത്ത ദുആ, റസൂലുള്ളാഹി ചെയ്ത ഈ ദുആ അറിയാത്ത ആളുണ്ടാവോ? ഇതെല്ലാവർക്കും അറിയുന്ന ദുആ അല്ലേ? റസൂലുള്ളാഹി ദായിമൻ ദുആ. എന്ത്? اللهم احيني مسكينا وامتني مسكينا واحشرني في زمرة المساكين. മിസ്കീനായി എന്നെ ജീവിപ്പിക്കണമേ, മിസ്കീനായി മരിപ്പിക്കണമേ, മിസ്കീന്മാരെ കൂട്ടത്തിൽ ഹയാത്താക്കണമേ. ഒരു നാട്ടിൽ ഒരു തെറ്റ് ഒരു മിസ്കീൻ ചെയ്താൽ കർശന നിയമമാവും. മൊലാൾ ചെയ്താൽ അത് കുന്തം കൗട്ടിടും. എനിക്കറിയാമല്ലേ ഒരു മിസ്കിന്റെ മകളെ മഹലറിയാതെ പുറത്തുപോയി കെട്ടിച്ച് പിറ്റേതാഴ്ച നോട്ടീസ് തൂക്കി അയാളെ മഹലിൽ നിന്ന് ഓർത്താക്കിയിട്ടുണ്ട്. ഈ സംഭവം ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ ആ നാട്ടിലെ വലിയ മുതലാളി എഴുതി. അപ്പോൾ കോംപ്രമൈസിംഗ് ഉണ്ടാക്കി. നിങ്ങളെ ഇവിടെ അടുത്തൊരു മഹലിൽ എനിക്കറിയാം, പ്രസിഡന്റിന് എനിക്കറിയാം, 30 കൊല്ലക്കണക്കായ ബഹുമാനപ്പെട്ട പ്രസിഡന്റുമാണ്. അങ്ങനെ എത്ര കാര്യം. മിസ്കിന്റെ പെണ്ണിനെ അവര് കൂട്ടകുടുംബാദികൾ വേറൊരു സ്ഥലത്താണ്. അപ്പൊ അവരെന്ത് ചെയ്തെന്നറിയോ? അവിടെ കൊണ്ട് അവര് സഹായിക്കും. ഇയാൾ മിസ്കീന, കൂട്ടുകുടുംബാദികൾ കുറച്ചാളുകൾ ഞാമത്തുള്ളവരുണ്ട്. അപ്പോ ഓര് പറഞ്ഞ് ഇജി ഇങ്ങോട്ട് കൊണ്ടുവരും. അവിടെ കൂട്ടുകുടുംബമൊക്കെ വേറെ മാലില്ല. അപ്പൊ അവര് പെണ്ണിന്റെ നിക്കായന് വേണ്ടി അങ്ങോട്ടുണ്ട്. എന്തുകൊണ്ട്? അന്നത്തെ ചായയും കടിയും പോലും അവര് കൊടുത്തോന്ന് വിചാരിച്ച്, മറ്റൊന്നുമല്ല, പിന്നെ നമ്മളെ മഹലല്ലേ എന്നും വിചാരിച്ച്. അവസാനം മൂല്യനോട് പോയി പറഞ്ഞു, എന്നാഴത്തെ നമ്മളെ കുട്ടീനെ നിക്കായുണ്ട്. അപ്പോൾ കമ്മിറ്റി കൂടി. അതിന്റെ 2 ആഴ്ച മുമ്പ് പറയണമെന്നാണല്ലോ. ഓഹോ, ആ എന്നാ തീരുമാനം ഉണ്ടാക്കാറോ, അവനെ പുറത്താക്കാറോ. അവനെ പുറത്താക്കി പിറ്റേന്ന് നോട്ടീസ് ജുമാക്ക് വരുന്നവരെ മുന്നിൽ നോട്ടീസ് നോക്കി. നിങ്ങളെ ബഹുമാനപ്പെട്ട കോഴിക്കോടില്ലേ ഇവിടെ അടുത്ത് ഇതേ കാര്യം, ഇതേ പണി മാലിന്യമറ്റോട് അന്വേഷിക്കുക പോലും ചെയ്യാതെ ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ ആ നാട്ടിലെ മുബത്തദിയായ മുതലാളി ചെയ്തു. സുന്നിയല്ല, തനി സുന്നിയ. ഇതേ കാര്യം മുബത്തദി അല്ലാതെ, സമസ്തയല്ല, തനി വഹാബിയായ ഒരു മുതലാളി ഇതേ സംഭവം പള്ളിന്റെ തൊട്ടടുത്ത് പാർക്കണവൻ, ഈ മഹലിലേക്ക് ജുമാക്ക് പോകുന്നവൻ വഹാബിയായ മുബത്തദി ആയ മുതലാളി പിറ്റേ കൊല്ലം ചെയ്തു. അപ്പൊ ചിരിച്ചുകൊണ്ട് കമ്മിറ്റിക്കാരെ പറഞ്ഞത്, എടുത്ത പണിക്ക് ഞങ്ങൾ എന്നെ പുറത്താക്കേണ്ടതാണ്, ഇതിന് പൈസ പള്ളിയെ കൊടുക്കേണ്ടത്. അതിലും പറഞ്ഞു, അതിനെന്താ പ്രശ്നം, പള്ളിയെ പൈസ കൊടുക്കാലോ. എന്നാ ഈ തന്ത കഴിഞ്ഞൊല്ലം പറഞ്ഞു, പള്ളിക്കാരെ പൈസ ഞാൻ കൊടുത്തോളാം. അത് നടക്കൂല, 2 ആഴ്ച മുമ്പ് പറയണ്ട, നിയമം പാലിച്ചിട്ടില്ല, ഓനെ പുറത്താക്കി. ഇവനെയോ പുറത്താക്കൂല. ഇങ്ങളെ കോഴിക്കോട് ഇല്ലേ ഈ അടുത്ത് യോഗം വിളിച്ചാൽ തവള പരമ്പത്തിരിക്കും പോലെ ഈ കാക്ക വന്ന് സ്റ്റേജ് മകാരി കുത്തിരിക്കും. എല്ലാ തങ്ങന്മാരും എല്ലാ മൂല്യന്മാരും കൊടുത്ത് തവള ഇരിക്കും പോലെ ഈ കാക്ക കൈ കുത്തിരിക്കും. അങ്ങനത്തെ മാലിന്യം ഒന്നും വിചാരിക്കരുത്. പടച്ചു നമുക്ക് ബോധം തരട്ടെ.
പിന്നെ അതിനൊരാളെ ഇറക്കണ്ടേ ചങ്ങായിമാരെ നമ്മളെ നന്നാക്കാൻ. അതിനാണടാ മീശ വന്നത്, പുറത്ത് പറയണ്ട. അതിനാണടാ, അതിന് വന്ന ആളാണ് ആര്? അമിത്ഷാ. അതും അതിന് വന്നാണ്. നമ്മളൊന്നും വിചാരിക്കരുത്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അങ്ങനെയാണെങ്കിൽ മുത്തുനബിക്ക് നാട്ടിലൊക്കെ വിളിച്ചുകൂട്ടി ഒരു ആമീൻ പഠിപ്പിച്ചാൽ പോയിരുന്നു. അതെന്നാ അതൊന്നും നടക്കൂല, അതൊന്നും നടക്കൂല. ഒന്നും വിചാരിക്കരുത്. മിസ്കീന ഒരു പരിഗണയും വെക്കൂ. മിസ്കീന ഒരു തെറ്റ് ചെയ്താൽ അത് നിയമമാണ്, അത് പ്രശ്നമാണ്. മിസ്കീൻ അല്ലാത്തവർക്ക് പ്രശ്നമല്ല. ചിന്തിക്കണം, തമാശ പറഞ്ഞതല്ല. ഒരു കുടുംബത്തിലെ 4 പെൺകുട്ടികൾ ഉണ്ടായി, ആൺകുട്ടിയില്ല. മലപ്പുറം ജില്ലയിലെ ഒരു മഹല്ലിൽ നിന്ന് പറയുകയാണ് ഞാന്. പെൺകുട്ടികൾ വളർന്ന്, ഒരു പെൺകുട്ടി വളർന്ന്, കെട്ടിക്കാൻ ആളുണ്ടായില്ല, കെട്ടിക്കൊണ്ടുപോകാൻ ആളുണ്ടായില്ല. രണ്ടാമത്തെ പെൺകുട്ടി വളർന്ന്, അതിനും കെട്ടിക്കാനോ കൊണ്ടുപോകാനോ ആളില്ല, 10 പൈസയാണ് കയ്യിലില്ല. മൂന്നാമത്തെ പെൺകുട്ടിയും വളർന്ന്, സമയം കഴിഞ്ഞു തുടങ്ങി, 3 പെണ്ണിനെയും കെട്ടിക്കൊണ്ടുപോകാൻ ആളുണ്ടായില്ല. നാലാമത്തെ പെൺകുട്ടി വളർന്നു തുടങ്ങിയപ്പോൾ ആ കുട്ടിക്ക് കാര്യം നേരത്തെ തന്നെ മനസ്സിലായി. ഒരു മേശരിയുടെ പിന്നാലെ നടക്കായിരുന്നു ഈ ചട്ടകത്തിന്റെ അടിയിലേക്ക് സിമന്റ് കയറ്റി കൊടുക്കാൻ. അവസാനം ഇസ്ലാം അല്ലാത്ത മേശരിന്റെ പിന്നാലെ പോയി. പുറത്തിറങ്ങിയപ്പോൾ മഹല്ല് കമ്മിറ്റി മോലിയുടെ നേതൃത്വത്തിൽ വീട്ടിൽ വന്ന്, ഇതിന് തീരുമാനം ഞങ്ങൾ എടുക്കണമെങ്കിൽ എന്തത് വിഷയം പറയണം, ഞങ്ങൾ നിങ്ങൾക്കെതിരെ തീരുമാനം എടുക്കാൻ വെച്ചിട്ടുണ്ട് കമ്മിറ്റി എന്ന് ബഹുമാനപ്പെട്ട കമ്മിറ്റിക്കാര് പോയി പറഞ്ഞ്. അപ്പോൾ മൂത്ത പെണ്ണുങ്ങിട്ട് ഇറങ്ങി പറഞ്ഞ്, ഒരു പുതിയാപ്പള്ളം കിട്ടണമെന്ന് പൂതി വെച്ച് ഞാൻ കരഞ്ഞ ഒരു കാലം ഉണ്ടായിരുന്നു. അന്ന് നിങ്ങൾ ആരും കണ്ടില്ല. എന്റെ അനുജത്തി ഒന്ന് വലിയതായി, അവളും എന്റെ അവസ്ഥയിൽ തന്നെ എല്ലും കൂലും ഒക്കെ ആരും കെട്ടിക്കൊണ്ടുപോകാത്ത അവസ്ഥയിലായി. നിങ്ങളാരും വന്നില്ല. മൂന്നാമത്തോളെയും കെട്ടിക്കൊണ്ടുപോകണ പ്രായം കഴിഞ്ഞ്, ഓൾക്കും പുതിയാപ്പളക്ക് പൂതി ഉണ്ടായിരുന്നു, വന്നില്ല. ഇപ്പൊ ഞങ്ങൾ താഴെയുള്ള അനുജത്തി ഓൾക്കെങ്കിലും ഒരു പുതിയാപ്പള കിട്ടിക്കോട്ടെ, ഞങ്ങൾ പണി നോക്കിക്കോളി എന്ന് പറഞ്ഞ് കോടിക്കണക്കായ ഉറുപ്പ്യ പാമ്പ് നിധി കാക്കുന്നത് പോലെ കൊണ്ട് നടക്കുന്ന ആമുഖികളായ മുതലാളിമാരെ ആരടാ ഇനി നന്നാക്കുക? ഇത് ഇലാഹിന്റെ ശിക്ഷ ഇറങ്ങിയതാണ് എന്ന് ചിന്തിക്കണം. ഇതാകെ കരഞ്ഞിട്ട് കാര്യമില്ല. പഴുപ്പ് കൂട്ടിവെച്ചാൽ ലോകം മാറുകയില്ല. അത് കുത്തിക്കളഞ്ഞ് മരുന്ന് വെക്കണം. കോടാനക്കോടിയുടെ മുതലുണ്ട് മനുഷ്യന്മാരുടെ കയ്യിൽ. ചിന്തിക്കുക. ഞാൻ അവസാനിപ്പിക്കുകയാണ്. വിഷയം വലിയ ദൂരമാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ, അള്ളാഹു കാക്കട്ടെ, അള്ളാഹു കാക്കട്ടെ, അള്ളാഹു കാക്കട്ടെ. വല്ലാതെന്ന് പറഞ്ഞ് ഞങ്ങൾ ബടി വെക്കും. അതൊന്നും എനിക്ക് പേടിയില്ല. എനിക്ക് ബടി ഒക്കെ എത്ര വെച്ച് കഴിഞ്ഞ് ഇനി ബടിയൊന്നും പേടിയില്ല. അള്ളാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. വിഷയം ഇതാണ് മനുഷ്യന്മാരെ, വിഷയം ഇതാണ്. അള്ളാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ, അള്ളാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. ഒക്കെ പറ, അള്ളാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ, അള്ളാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. അതിനപ്പുറം പരിഗണിക്കൂല. ബഹുമാനപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഉസ്താദ്, പേര് ഞാൻ പറയുന്നില്ല, ആലിമായ സാലിഹായ മനുഷ്യൻ, അദ്ദേഹം ഇതിന്റെ മഹല്ലിൽ ഖുതുബക്ക് മുമ്പ് പ്രസിഡന്റ് വന്നാണ് പറഞ്ഞ് എനിക്ക് 2 വാക്ക് പറയാനുണ്ട്. അങ്ങനെ ആയിക്കോട്ടെ, എന്റെ ഖുതുബന്റെ മുമ്പ് ഒരു പ്രസംഗം തന്നെ ഹൈറില്ല. ഏതായാലും എനിക്ക് 2 വാക്ക് പറയാനുണ്ടാണ്. മൂപ്പർ 2 വാക്ക് പറഞ്ഞ് മൂപ്പർ അവസാനം, പിന്നെ മൂപ്പർ അവിടുത്തെ കോൺഗ്രസിന്റെ നേതാവായിരുന്നു. അപ്പൊ മൂപ്പര് അവസാനം പറഞ്ഞ് ജയ് ഹിന്ദ് എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചു. മൂല്യര് ജുമാ കഴിഞ്ഞ മൂല്യരാണ് നല്ല തന്തി നിറവാടുള്ള മൂല്യരാ. പൈസ ഇല്ലാന്നേ ഉള്ളൂ, എന്തുണ്ട് തന്തി നിറവാടുണ്ട്. മൂപ്പര് ജുമാ കഴിഞ്ഞ ഉടനെ സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്ന മുമ്പ് പറഞ്ഞു, ആരും പോകരുത്, എനിക്കൊരു കാര്യം പറയണ്ട. ദ്വയ ഞാൻ മൂപ്പര് എണീറ്റെന്നാണ്, നിങ്ങൾ കോൺഗ്രസും ലീഗും കമ്മ്യൂണിസ്റ്റൊക്കെ പള്ളിന്റെ പുറത്ത്, നിങ്ങൾ ജയ് ഹിന്ദ് എന്ന് പറയാനുള്ള സ്ഥലമില്ലത്. ഇവിടെ അസ്സലാമു അലൈക്കും എന്ന് പറയണം. ഇവിടെ അത് പറഞ്ഞ് അവസാനിപ്പിക്കണം. ഇത് പള്ളിയാണ്, പള്ളിക്ക് പള്ളിന്റെ നിയമമുണ്ട്. പ്രസംഗം കഴിഞ്ഞുകൊണ്ട് തന്നെ പ്രസിഡന്റ് എനിക്ക് പറഞ്ഞു ആരും പോകരുത്, അടിയന്തര കമ്മിറ്റി കൂടാണ്ട്. അപ്പൊ മൂല്യര് പിന്നെ വേഗം സുന്നത്ത് നിസ്കരിക്കുന്നില്ല, വേഗം മൂല്യര് എന്ത് ചെയ്ത് കുപ്പായൊക്കെ എന്ത് ചെയ്ത് ഇത് എന്നോട് മൂപ്പര് പലവട്ടം പറഞ്ഞിട്ടുണ്ട്. ഈ മൂല്യരങ്ങൾ അറിയും ചെയ്യും, വാക്കവിയ നല്ല മനുഷ്യനാ, പൈസല്ല പക്ഷെ ഭയങ്കര സ്വാലിയാ. മൂപ്പര് എന്ത് ചെയ്ത്, ഞാൻ സുന്നത്ത് നിസ്കരിക്കാൻ നിന്നില്ല. പിന്നെ കാസിമി ഞാൻ പോയിട്ട് കുപ്പായൊക്കെ എന്ത് ചെയ്ത് മടക്കി ബാഗിലാക്കി. ഞാൻ ഒരു കമ്മിറ്റി കൂടുന്നുണ്ട് മേലെ
ഞാൻ ഈ ബാഗ് പിടിച്ച് അങ്ങോട്ട് എന്നാണ് പറഞ്ഞേ, പിന്നെ നിങ്ങൾ അതിന് ചോറ് തിന്നാൻ നേരം വഹിക്കണ്ട, ഞാൻ ഏതായാലും രാജിച്ചിട്ടുണ്ട്. പിന്നെ കണക്ക് കൂട്ടാണ്ടാണ്, കണക്കൊക്കെ എനിക്ക് തരാനേ ഉള്ളൂ, നിങ്ങൾ കൂട്ടി സൗകര്യം ഉണ്ടെങ്കിൽ കൊടുത്തയച്ചാൽ അസ്സലാമു അലൈക്കും, എനിക്ക് ബസ്സോ ഞാൻ പോകണം, ഞാനും തോന്നുകയാണ്. എങ്ങനെയുണ്ട് 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 എങ്ങനെയുണ്ട്? ഇതൊക്കെ ഇവിടെ നടക്കുന്ന കാര്യം. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഇതൊക്കെ ഇവിടെ നടക്കുന്ന കാര്യം. ഇത് ഈ മൂല്യം നിങ്ങളറിയും, നിങ്ങളൊക്കെ അറിയണ മൂല്യം തന്നെയാണ്. പക്ഷെ മുമ്പ് ഭയങ്കര സ്വലയായ മനുഷ്യനാണ്, ഒരു തറാക്ക് വിടില്ല, നല്ല മനുഷ്യനാണ്. ഞാൻ അവസാനിപ്പിക്കാം. നമ്മളെ നന്നാക്കാൻ അങ്ങനെ ആർക്കും കഴിയൂല. നമ്മൾ നന്നാക്കണം, പിന്നെ മേലെ നാളിറങ്ങണം. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. പുറത്ത് പറയണ്ട, പുറത്ത് പറയണ്ട. സുന്നാമക്കി കുടിച്ചിനനുസരിച്ച് തൂറിപ്പോണ്ടി വരും. യാസിനതിന് കാര്യമല്ല. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകണമെങ്കിൽ നമ്മൾ അല്ലാഹുവിലേക്ക് മടങ്ങണം. എന്താ അല്ലാഹുവിലേക്ക് മടങ്ങുക? എല്ലാവരും യാസിനോട് ഓർക്കലല്ല, ഒരു യാസിനോദണ്ട. നിയമം പാലിച്ചാൽ മതി, നിയമം പാലിച്ചാൽ മതി, നിയമം പാലിച്ചാൽ മതി, നിയമം പാലിച്ചാൽ മതി, നിയമം പാലിച്ചാൽ മതി. നിയമം പാലിച്ചാൽ പിന്നെ അതന്നെ ഒരു യാസിനോട്ടാണ്. നിയമം പാലിച്ചാൽ മതി. നിയമം പാലിച്ച ഒക്കെ അല്ലാഹു ക്ലിയാക്കി തരും. നിയമം പാലിക്കാതെയോ ലോകത്ത് നിയമം പാലിച്ച ആളുകൾ സൂര്യൻ തടഞ്ഞു നിർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ യാ ഹയ്യു യാ ഖയ്യൂം എന്ന് പറഞ്ഞ് ആയിരക്കണക്കായ ആളുകളെ മരിച്ചവരെ ജീവിപ്പിച്ചിട്ടുണ്ട് സയ്യിദുനാ ഈസ. അതുകൊണ്ട് യാ ഹയ്യു യാ ഖയ്യൂം നമ്മൾ അവരോട് കാര്യമില്ല, നിയമം പാലിക്കണം. നിയമം പാലിച്ചാലോ, നിയമം പാലിച്ചാൽ ഒന്നും വിഷയമില്ല, നിയമം പാലിക്കണം. നിയമം എന്ന് പറഞ്ഞാൽ പ്രധാനമായും രണ്ടെണ്ണമാണ്. വാജിബിനെ ഒഴിവാക്കിയാൽ അള്ളാഹിന്റെ കോപം ഇറങ്ങും, ഹറാമിനെ ദായിമാക്കിയാലും അള്ളാഹുവിന്റെ കോപം ഇറങ്ങും. ആകെ 5 നിയമങ്ങളാണ്. അതിൽ സൂക്ഷിക്കേണ്ട 2 നിയമങ്ങൾ മാത്രമാണ്. വെറുതെ താടി വളർത്തിയിട്ട് കാര്യമല്ല. താടിയൊക്കെ വളർത്തി, ഉള്ളു താടി വളർത്തി, തലയിലെല്ലോണം കിട്ടി, തുണി കൊടുത്തിട്ടില്ല, തുണിയില്ല. അതിന് കോമാളി എന്നാ പറയാ, അതിന് സുന്നത്തെന്ന് പറയില്ല. മനസ്സിലായില്ല? ഉത്തരം എന്ത് ചെയ്ത്? സുന്നത്തൊക്കെ ദായിമാക്കി, ഭയങ്കര സുന്നത്ത്. താടിയൊക്കെ നീട്ടി വളർത്തി, നല്ല കൂസം താടി, നെഞ്ഞ് നിറച്ച് കൂസം താടി. അങ്ങനെ വർത്താനം അങ്ങനെ പറഞ്ഞാല് നല്ല നിസ്കാരത്തായപ്പോ കൂസം താടിയും 10 വീടിയുണ്ട്, 10 വീടിയന്റെയും 10 ആധാരം കൊണ്ടായിട്ട് ബാങ്കിൽ കൊണ്ടയച്ചിട്ടുണ്ട്. അത് നാട്ടുകാരറിയില്ല. കൂസം താടിക്ക് കുഴപ്പമില്ല, നിസ്കാര ടൈമിനും ബുദ്ധിമുട്ടില്ല. 2 ദിവസം ശരിക്കും അമർന്നാൽ നിസ്കാര ടൈം ഉണ്ടാവും. നല്ല കൂസം താടിയും. തുണി കൊടുത്തില്ല. തുണി ഉൾത്താതെ തലയെ കെട്ടിയാൽ കോമാളി എന്ന് പറയും. തലയെ കെട്ടൽ സുന്നത്തേ ഉള്ളൂ. ചെയ്താൽ കൂലിയുണ്ട്, ചെയ്തില്ലെങ്കിൽ ശിക്ഷയൊന്നുമില്ല. തലയെ കെട്ടിയാൽ കൂലിയുണ്ട്, തലയെ കെട്ടിയിട്ടില്ലെങ്കിൽ ശിക്ഷയില്ല. അത്രേ ഉള്ളൂ. താടി വെച്ചാൽ കൂലിയുണ്ട്, താടി വെച്ചിട്ടില്ലെങ്കിൽ ശിക്ഷയില്ല. തുണിയെടുക്കൽ നിർബന്ധമാണ്. തലയെക്കെട്ടിൽ സുന്നത്താണ്. തലയെക്കെട്ടി എല്ലാവരും കാണും. തുണിന്റെ കാര്യം ശ്രദ്ധിക്കുന്നില്ല. ഔറത്ത് മറക്കാതെ തലയെ കെട്ടിയ കോമാളി എന്ന് പറയും. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇതന്നെയാണ് പ്രശ്നം, ഇതന്നെയാണ് പ്രശ്നം. പലിശ തൊട്ടതെല്ലാം അല്ലാഹു തകർത്ത് കളയും. അല്ലാഹു നമ്മളെ കാക്കട്ടെ. എല്ലാം തകർക്കും. പലിശ തൊട്ടതെല്ലാം അല്ലാഹു തകർത്ത് കളയുമെന്ന് പരിശുദ്ധ ഖുർആൻ. പലിശ തൊട്ടതെല്ലാം അല്ലാഹു തകർത്ത് കളയും. ഒരു ജനതയിൽ പലിശ അധികരിച്ചാൽ മാനസിക സുഖം അവർക്ക് നഷ്ടപ്പെട്ടു പോകും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഒരു സുഖം ഉണ്ടാവില്ല, ഒരു സുഖം ഉണ്ടാവില്ല, ഒരു സുഖം ഉണ്ടാവില്ല. വലിയ മുതലാളിയാണ്, വലിയ പൈസക്കാരനാണ്, വലിയ കച്ചവടമാണ്. പക്ഷേ പെണ്ണുങ്ങളോട് എന്നാൽ പെണ്ണുങ്ങള് ഒരു സുഖമില്ല. നല്ലൊരു കച്ചവടം ഇല്ലാതെ തെണ്ടി കിടക്കുന്ന കാലത്ത് ഭയങ്കര തിരുപ്പതിയും സന്തോഷവും കാര്യവും റാറ്റും വിരുന്നും പോക്കും ഒക്കെ ഇരുന്നു. പിന്നെ എന്തായി? കച്ചവടമൊക്കെ തുടങ്ങി. പിന്നെ മര്യാദക്കുള്ള മുണ്ടാൻ ചെന്നാൽ മുണ്ടൂല. ഒരു സമാധാനമില്ല വരയില്, ഒന്നുമില്ല വരയില്. എങ്ങനെ ഉണ്ടാവുക? പലിശ തൊട്ടടുത്തുള്ള എല്ലാ നന്മയും അല്ലാഹു തകർത്ത് കളയുമെന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറ. അല്ലാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ചിന്തിക്കാൻ അവസാനിപ്പിക്കണം. അല്ലാഹുവിലേക്ക് മടങ്ങുക, നിയമങ്ങൾ പാലിക്കുക. നിയമം പാലിക്കാതെ വെറുതെ വാർന്നിട്ട് കാര്യമില്ല. നിയമം പാലിക്കാതെ വെറുതെ യാസിനോട്ടിട്ട് കാര്യമില്ല. നിയമം പാലിക്കണം, നിയമം പാലിക്കണം. നിയമം പാലിച്ചാൽ, ഞങ്ങളോട് കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, എന്റെ ഓർമ്മ, കപ്പൽ മുങ്ങാൻ ഒരുങ്ങിയപ്പോൾ
കപ്പൽ മുങ്ങാൻ ഒരുങ്ങി. ഒരു സംഘം ആളുകൾ ഹജ്ജിന് പോവുമായിരുന്നു. കപ്പൽ മുങ്ങാൻ ഒരുങ്ങിയപ്പോൾ എല്ലാവരും കരയാൻ തുടങ്ങി. കപ്പലിൽ ഇരിക്കുന്ന ഒരാള് മുസല്ലിം കൊണ്ട് നേരെ വെള്ളത്തുമൊക്കെ ഇറങ്ങിയിട്ട് മൂപ്പര് നിസ്കരിക്കാൻ തുടങ്ങി. മനസ്സിലായില്ല. ഈ കഴിഞ്ഞ ആഴ്ച പ്രധാനപ്പെട്ട ഒരു കിതാബിൽ ഞാൻ കണ്ടൊരു സംഭവം നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ഹജ്ജിന് പോകുന്നൊരു വിഭാഗത്തിന്റെ കപ്പൽ മുങ്ങാൻ ഒരുങ്ങിയപ്പോ എല്ലാവരും കരയാൻ തുടങ്ങി. അപ്പോൾ കപ്പലിലുണ്ടായിരുന്ന ഒരു മനുഷ്യൻ, ഒരു സാധുവായ മനുഷ്യണ്ടായിരുന്നു, കരിമ്പടം പുറച്ചിരുന്നിരുന്നു. ആ മനുഷ്യൻ കപ്പൽ മുങ്ങാൻ ഒരുങ്ങിയപ്പോൾ മൂപ്പര് അവിടുന്ന് വെള്ളത്തിൽ ഇറങ്ങിയിട്ട് വെള്ളത്തിൽ മുസല്ലിട്ട് നിസ്കരിക്കും. അപ്പൊ ഈ കപ്പലിലുള്ളവർക്കൊക്കെ ഒരു ശക്തിയായി, അള്ളാഹുവിന്റെ വലിയായിരിക്കും, യാ വലിയല്ലാ യാ വലിയല്ലാ അഗ്റഖന യാ വലിയല്ലാ, ഞങ്ങൾ മുങ്ങാണല്ലോ മാനവർകളെ, അള്ളാഹുവിന്റെ വലിയേ എന്തെങ്കിലും പരിഹാരം ചെയ്ത് തരീന്ന് കരഞ്ഞ്. ആ മനുഷ്യൻ അതൊന്നും ശ്രദ്ധിച്ചില്ല. ആ മനുഷ്യൻ നിസ്കരിച്ചുകൊണ്ടേയിരുന്നു. എല്ലാവരും പെരുങ്കരച്ചിരി കരഞ്ഞപ്പോൾ അദ്ദേഹം ഒരിക്കൽ സലാം കൂട്ടി തിരിഞ്ഞുകൊണ്ട് മാധവ കാഫിക്കും നിങ്ങൾക്ക് എന്നെ പറ്റിയെന്ന് വെച്ചു. അപ്പോൾ പറഞ്ഞു, നിങ്ങൾ കാണില്ലേ നമ്മൾ മുങ്ങാണോ? അപ്പൊ പറഞ്ഞേ, വെള്ളത്തിൽ മൂല ദുനിയാവിനോടുള്ള താല്പര്യം അധികരിക്കുകയും അള്ളാന്റെ വള പോരുകയും ചെയ്തതാണ് കപ്പൽ മുങ്ങാനുള്ള കാരണം. നിങ്ങൾ ദുനിയാവിനെ എല്ലാവരും ഒഴിവാക്കിയിട്ട് ഇങ്ങനെ ഇറങ്ങിക്കൊള്ളി നടന്നു. ഇവിടുത്തെ നിങ്ങൾക്ക് ഇരിക്കാം. ദുനിയാവിനൊക്കെ ഒഴിവാക്കണം. ദുനിയാവ് പറ്റ ഒഴിവാക്കിയ ദുനിയാവിനെ ഒഴിവാക്കി കളിക്കണം. ദുനിയാവിനെ ഒഴിവാക്കി എല്ലാവരും ദുനിയാവിനോടുള്ള എല്ലാ ആശയം ഏതായാലും ഒഴിവാക്കല്ലേ മുങ്ങണ്ടിയവരോട്. ദുനിയാവിനുള്ള എല്ലാ ആശയം ഒഴിവാക്കി ഇങ്ങനെ ഇറങ്ങിക്കൊള്ളി. ബിസ്മില്ലിൽ ഇറങ്ങി നമ്മി ഞങ്ങൾ ഒഴിവാക്കിയാണ് ഇറങ്ങിക്കൊള്ളി നാം ഇറങ്ങി. എല്ലാവരും ഇറങ്ങിയപ്പോ അദ്ദേഹം പറഞ്ഞു, ഓക്കെ ഇരിക്കി എന്ന് ഇരുത്തി. അവർക്ക് ഇങ്ങനെ സതുപദേശം കൊടുക്കുന്ന ഇടയിൽ ഇനി കപ്പൽ മുങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞു. കപ്പൽ മുങ്ങി. അപ്പോൾ വക്കാലഫിയും ഒരാളോടൊന്ന് പറഞ്ഞു, മദീന, മിസ്റിൽ നിന്ന് മദീനയിലേക്ക് കൊടുത്തയച്ച ഒരു മുതൽ അതിലുണ്ടായിരുന്നു, അമാനത്ത്. മനസ്സിലായില്ല. എന്റെ കയ്യിൽ മിസ്റിൽ നിന്നുള്ള ആളുകൾ മദീനയിലെ ഫക്കീറന്മാർക്ക് കൊടുത്തയച്ച കുറച്ച് അമാനത്ത് മുതൽ അതിൽ ഉണ്ട്, അത് കപ്പലിലുണ്ടായിരുന്നു പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, മദീനക്കാർക്കുള്ള അമാനത്ത് മുതലാണെങ്കിൽ അത് നഷ്ടപ്പെടാൻ പാടില്ല. പക്ഷേ അത് ഒറ്റയ്ക്കെടുക്കാൻ പറ്റൂല. അതെടുക്കുമ്പോൾ എല്ലാം കൂടി എടുക്കേണ്ടി വരും. അതിന് നിങ്ങളും കൂടി ബാക്കിയുള്ളവരും അവരവരുടെ ധനത്തിന്റെ ഹക്ക് വീട്ടുകയും മദീനക്കാർക്ക് ദാനം ചെയ്യുകയും ചെയ്യുമെന്ന് പറഞ്ഞാൽ കപ്പൽ ഞാൻ എത്തിച്ചേരാം. ആയിക്കോട്ടെ, ചിന്തിക്കണം. അദ്ദേഹം റബ്ബിനോട് പറഞ്ഞു, റബ്ബേ, ആ കൂട്ടത്തിൽ മദീനക്കാർക്കുള്ള അമാനത്തുണ്ട്, മറ്റുള്ളവരാകട്ടെ മദീനക്കാർക്ക് കൊടുക്കാമെന്ന് ഏറ്റിട്ടുമുണ്ട്. അതുകൊണ്ട് കപ്പൽ കൊണ്ടിട്ട് സഫീന, കപ്പൽ മെല്ലെ 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 പൊങ്ങി വന്ന്, കപ്പൽ പൊങ്ങി, ഒരു തുള്ളി വെള്ളമില്ല, പുറത്തു പോയി. എല്ലാവരോടും കപ്പലിൽ കയറാൻ അദ്ദേഹം പറഞ്ഞ് അദ്ദേഹം കപ്പലിന്റെ പുറത്ത് തന്നെ നിന്ന്. അപ്പോൾ കപ്പൽക്കാര് ചോദിച്ച്, നിങ്ങൾ ആരാണ് വലിയ? ഫഖാല, അദ്ദേഹം പറഞ്ഞു, ആന ഉവൈസുൽ ഖറനി, ഞാൻ ഉവൈസാണ്. റളിയല്ലാഹു അൻഹു. റളിയല്ലാഹു അൻഹു. സുബ്ഹാനല്ലാഹ്. ഞാൻ ഉവൈസാണ്. കാരണം മുഹബ്ബ റസൂലില്ലാഹ്. മനസ്സിലായില്ലേ? റസൂലുള്ളാഹിന്റെ മുമ്പല്ല് പൊട്ടി എന്നറിഞ്ഞപ്പോൾ സ്വന്തം പല്ല് കുത്തിപ്പൊട്ടിച്ച യമനിയാണല്ലോ ആര്? ഉവൈസുൽ ഖറനി. ഞാൻ ഉവൈസുൽ ഖറനിയാണ് എന്നാ മനുഷ്യൻ പറഞ്ഞു. അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമിനെ തരട്ടെ. ഈ കിടക്കുന്നവരും മുമ്പത്തെ ആ കിടക്കാണെങ്കിലും വടവൂർ കിടക്കാരും അള്ളാന്റെ ആളുകളാ, ദുനിയാവിന്റെ പിന്നാലെ കൂടിയതല്ല. അതുകൊണ്ട് ജനങ്ങളെ പാഠം ഉൾക്കൊള്ളി അവനവന്റെ ധനത്തിൽ നിന്ന് എന്തൊക്കെയാണോ കൊടുക്കേണ്ടത് ആ അവകാശമെങ്കിലും കൊടുക്കാനൊന്ന് നിയത്ത് ചെയ്ത് അള്ളാഹിന്റെ മാർഗത്തിലായാലും പ്രശ്നങ്ങൾ പരിഹരിക്കും. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അള്ളാഹു എല്ലാ പ്രയാസങ്ങളിലും നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ. എല്ലാ പ്രതിസന്ധികളെയും അള്ളാഹു തആല തരണം ചെയ്യാൻ നമുക്ക് തൗഫീഖ് തരട്ടെ.